അങ്ങനെ ഉറങ്ങി എണീറ്റ് കഴിഞ്ഞു. ഈവനിങ് സമയം എത്രയും 5:15 ഞങ്ങള് കാപ്പി വെച്ചുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങള് മാത്രമേ ഉള്ളൂ വീട്ടില്. എന്തിനാ അമ്മ ഞാൻ വീട്ടിൽ കൊണ്ടുവന്നത്? പണിയെടുപ്പിക്കാൻ കൊണ്ടുവന്നത്. അങ്ങനെ കാപ്പി റെഡി ആയിരിക്കുകയാണ്. പക്ഷെ വ്യൂ ആണ് അടിപൊളി. നമുക്ക് അവിടെ ഇരിക്കാം. ഫസ്റ്റ് അവിടെ ഇരിക്കാം. ബാക്ക് അടിക്കാനും പറ്റില്ല അല്ലേ? വ്യൂ ഇവിടുന്ന് കാണിച്ചു കൊടുത്താൽ പറ്റില്ല അല്ലേ? ഞങ്ങൾ ചായ കുടിക്കാനിരിക്കണ വ്യൂ കാണിച്ചു തരാം. അമ്മേ ഗൈസ്, വീടിൻ്റെ സൈഡാണ് കേട്ടോ. ഇവിടെയാണ് ഞങ്ങൾ ചായ കുടിക്കാനിരിക്കുന്നത്. ഇതാ വ്യൂ ഒരു രക്ഷയില്ല. ഇതൊരു ഇൻട്രോ ഇല്ലാത്ത വീഡിയോ ആണ് കേട്ടോ. ഫസ്റ്റ് കണ്ടപ്പോൾ നിങ്ങൾക്ക് ഭയങ്കര കൺഫ്യൂഷൻ ആയിരിക്കും, ഇത് എന്താണ് ഈ പെണ്ണ് കാണിച്ചു കൂട്ടണമെന്ന്. അപ്പോൾ ഇതൊരു ഈവനിങ് വ്ളോഗാക്കി എടുക്കാമെന്ന് ഞാൻ വിചാരിച്ചു. ഞാനിപ്പോൾ ഉള്ളത് എൻ്റെ ചെങ്കിടുപ്പുമായ അമ്മൂടെ വീട്ടിലാണ് കേട്ടോ. അപ്പോൾ കുറേ ഉണ്ട് ഞാൻ ഇവിടേക്ക് വരണമെന്ന് വിചാരിക്കണം. എന്താണെന്ന് വെച്ചാൽ ഇവിടുത്തെ വ്യൂ ഒരു രക്ഷയില്ല. വീടിൻ്റെ സൈഡാണ് കേട്ടോ ഈ പാടമൊക്കെ വരുന്നത്. ഈ ഒരു വ്യൂ ഉണ്ടല്ലോ, ഇങ്ങനെ കാണുന്നതിനേക്കാളും നല്ലത് ടെറസിൻ്റെ മുകളിൽ പോയിട്ട് കണ്ടാൽ അടിപൊളിയാണെന്നാണ് അവൾ പറഞ്ഞത്. അപ്പോൾ ഇനി ടെറസിൻ്റെ മേലെ പോയിട്ട് വ്യൂ കാണാം കേട്ടോ. നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് എവിടേക്ക് പോകണം പറയാം. വ്യൂ കാണാൻ പോവാണ്, വ്യൂ പോയിന്റ് കാണാൻ പോവാണ്. പക്ഷെ ഇത് കാണേണ്ടതാണ്. അതൊരു വീടിന്റെ അടുത്ത് എന്ന് പറയുമ്പോ, കാരണം നമ്മുടെ അവിടെ ഇല്ല, അതുകൊണ്ട് കാണുമ്പോ ഒരു തരാം. ടെറസിൽ കയറിയിട്ടുള്ള വ്യൂ ഒന്നും പറയാനില്ല. അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളിയായിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ ഫസ്റ്റ് മടിച്ചതാണ്, എനിക്ക് വയ്യ കയറാൻ എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ കയറി നോക്കിയപ്പോഴല്ലേ മനസ്സിലായത് ഒരു രക്ഷയില്ലാത്ത വ്യൂ ആണ്. ഇവിടെ നിന്ന് ഞങ്ങൾ കുറേ ഫോട്ടോസ് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു. ബാക്ക്ഗ്രൗണ്ടിൽ ഈ പച്ചപ്പൊക്കെ വരുമ്പോൾ ഇതാ ഞാനിവിടെ ഫോട്ടോയ്ക്ക് പോസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ എടുത്ത ഫോട്ടോസ് ഇതിൻ്റെ സൈഡിൽ കൊടുക്കാം കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പ്ലാൻ ചെയ്തു ഈവനിങ് അല്ലേ, അപ്പോൾ ഒന്ന് നടക്കാൻ ഇറങ്ങാമെന്ന് പറഞ്ഞിട്ട് നടക്കാൻ ഇറങ്ങിയതാണ്. നമ്മൾ എങ്ങോട്ടാണ് നടന്നുകൊണ്ടിരിക്കുന്നത്? ഡോറ ഇല്ല, അത് നിർത്തി. അത് അങ്ങനെ ഓട്ടോമാറ്റിക്കലി വരികയാണത്. അമ്മൂടെ പ്ലേസ് സൂപ്പർ ആയിട്ടുണ്ട്. എവിടെയാണ്? പുളിപ്പറം അല്ല പുല്ലിപ്പാറ. ഒരു സോറി അടി, അതെനിക്ക് ഓട്ടോക്കാരൻ്റെ അടുത്ത് ഞാൻ പുതുക്കോട് എന്നാ പറയുന്നത്. പിന്നെ അല്ല പുല്ലിപ്പാറ. നമ്മളിപ്പോൾ പോളിടെക്നിക് കോളേജ് IHRDയിലൂടെ ഫ്രണ്ടിലൂടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ IHRDയിൽ പഠിക്കുന്ന ഏതെങ്കിലും കുട്ടികൾ നമ്മുടെ വീഡിയോ കാണുകയാണെന്ന് വെച്ചാൽ കുഴൽമന്നം IHRD ഒന്ന് വീഡിയോൻ്റെ അടിയിൽ കമൻറ്റ് ചെയ്യണേ. യെസ്, വ്യൂ അടിപൊളിയാണ് ഇവിടെ. നീ പോയിട്ടുണ്ട് അതിൻ്റെ ഉള്ളിൽ? പോകാൻ പറ്റുമോ? അതെന്താടാ പോയാ? അങ്ങനത്തെ നടത്തമൊക്കെ കഴിഞ്ഞ് വീടെത്തുമ്പോൾ ടൈം 6 മണിയായിട്ടോ. അപ്പോൾ വേഗം പോയി വിളക്കൊക്കെ വെച്ചു. കുറേ കാലത്തിന് ശേഷമാണ് ഞാൻ ഇങ്ങനെയൊന്നും നടന്നത്. അപ്പോൾ ഇതാ വീട്ടിൽ ഞങ്ങൾ മാത്രമേ ഉള്ളൂ. ഫുഡിൻ്റെ കാര്യങ്ങളൊക്കെ ഞങ്ങൾ തന്നെ നോക്കണം. ഇനി അടുത്തത് ഞങ്ങളുടെ മണ്ടത്തരങ്ങളാണ് നിങ്ങൾ കാണാൻ പോകുന്നത്, ഫുഡ് പ്രിപ്പയർ ചെയ്യുന്നതിൻ്റെ. ഗൈസ്, ബിരിയാണി അല്ല എന്താണ്, നെയ്ച്ചോറ് ഉണ്ടാക്കാൻ പോവുകയാണ്. ഞാനല്ല കുക്ക്, ഇവളാണ് കുക്ക്. എങ്ങനെയായാലും അതിന് കാരണക്കാര് ചെയ്യാണ്. കുളം ആയാൽ ഓർഡർ ചെയ്യണം. അതാണ് എനിക്കൊരു പേടി. മണി ജസ്റ്റ് 2 ക്ലാസ് എടുക്കുന്നു. എന്നിട്ട് മാത്രം യൂട്യൂബ് രാത്രി വിശക്കാണെങ്കിൽ നമുക്ക് ഇപ്പി മിക്കവാറും ഇപ്പി തന്നെ പോകേണ്ടി വരും. ഇത് കണ്ടിട്ട് യൂട്യൂബ് ഞങ്ങള് നെയ്ച്ചോറ് വെക്കാൻ തീരുമാനിച്ചു. യൂട്യൂബ് നോക്കിയിട്ട് ആരുടെ ഷാൻ ജിയോ 9 മണിക്കുള്ളിൽ എനിക്ക് നീ ഇങ്ങനെ വീഡിയോ എങ്ങനെ എടുക്കുകയാണെന്ന് വെച്ചാൽ നെയ്ച്ചോറ് എന്തായാലും റെഡി ആവില്ല. പൊട്ടിച്ചിട്ടുണ്ട്. 2 ഗ്ലാസ് അല്ലേ? അങ്ങനെ ഇവിടെ നമ്മൾ എത്ര ഗ്ലാസ് അരി എടുത്ത്? 2 ഗ്ലാസ് അരി എടുത്ത് ജസ്റ്റ് 2 ഗ്ലാസ്. ഇതിൽ മിസ്റ്റേക്ക് ഒക്കെ ഉണ്ടാവും ഗൈസ്, പക്ഷെ അതൊന്നും കാര്യമാക്കരുത്. ഞങ്ങൾ ഫസ്റ്റ് ടൈമാണ് ട്രൈ ചെയ്ത് നോക്കാൻ പോണത്. അതിൻ്റെതായ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. ഞാനിത് വീഡിയോ എടുക്കുമ്പോൾ കഴുകുമ്പോൾ എൻ്റെ ഒരു അവസ്ഥ ഇപ്പൊ എണ്ണേ. ഓക്കെ, ഓടട്ടെ. ഒറ്റയ്ക്ക് കറിവേപ്പില വലിക്കാൻ പോയി എന്ന് പറഞ്ഞപ്പോ സ്നേഹത്തോടെ ഞാൻ വന്നതാണ്, അറിയാണ്ട്. ഒന്ന് ജസ്റ്റ് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും വെക്കാനല്ലേ പറഞ്ഞുള്ളൂ.
ഇനി അങ്ങോട്ടും ഇങ്ങോട്ടും ഇളക്കുക. നീ ഒറ്റയ്ക്ക് പുറത്തു പോകണമെന്ന് പറഞ്ഞപ്പോ സ്നേഹം കൊണ്ട് ഞാൻ വന്നതാണ്. ശരി ഗൈസ് അങ്ങനെ പിന്നെ നമുക്ക് വീഡിയോയിലോട്ട് വരാം. മുട്ടക്കറി ഉണ്ടാക്കാൻ വേണ്ടി മുട്ട അറിയാണ്ട് ഞാൻ മുട്ടല്ല എന്താണ് ഉള്ളിനെ കരിച്ച് വെച്ചു. കുഴപ്പമില്ല. പിന്നെ അതാ നമ്മുടെ നെയ്ച്ചോറ് റെഡി ആയിരിക്കാണ് കേട്ടോ. അങ്ങനെ ഇതാ ഞങ്ങൾ ഉണ്ടാക്കിയ നെയ്ച്ചോറും മുട്ടക്കറി ഇവിടെ റെഡി ആയിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഫുൾ ക്രെഡിറ്റ് അമ്മൂനുള്ളതാണ്. കാരണം ഞാൻ ജസ്റ്റ് ചെറിയ ഹെൽപ്പ് മാത്രമേ ചെയ്തുള്ളൂ. അതിൻ്റെ ഫുൾ പ്രിപ്പറേഷൻ വന്നിട്ട് അവളാണ് കേട്ടോ ചെയ്തത്. ഞങ്ങൾ ഉണ്ടാക്കിയത് കൊണ്ട് പറയല്ല, അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. അപ്പോൾ അത്രേ ഉള്ളൂ, കുഞ്ഞ് വീഡിയോ ആണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കൂടെ കൂടണേ.